Hi friends, എല്ലാവർക്കും Nimshas kitchen-ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള റൈസ് ആയിട്ടുള്ള പുളിയോഗ്ര അല്ലെങ്കിൽ പുളിയോദ്ര തയ്യാറാക്കാം. അതായത് പുളിസാദം എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ദിവസം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഒരു റൈസിന്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ പലരും കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് 2-3 ദിവസം കേടുകൂടാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റണ ഫുഡ് ഐറ്റംസ് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ലെമൺ റൈസും അതുപോലെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റിയത് തന്നെയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ പുളിസാദവും അതുപോലെയുള്ള ഒരു റൈസ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ മിക്സ് നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോ വേണമെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പുളിയോഗ്ര തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. മുഴുവനോട് കൂടിയ ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ അളവിൽ. അപ്പോൾ നമ്മളിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു റോസ്റ്റിംഗ് ടൈമിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ചേർത്തതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി കടലപ്പരിപ്പും അതുപോലെ ഉഴുന്നും കൂടി കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, പക്ഷേ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനോട് കൂടിയ മല്ലിയാണ് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലി ഇതുപോലെ മുഴുവനോട് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പിന്നെ 1 ടീസ്പൂൺ അളവിൽ മുഴുവനോട് കൂടിയ കുരുമുളക്. അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്. ഉലുവയും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഇതിന്. ഉലുവയുടെ അളവ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഉലുവ കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു 5-6 വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ഉണക്കമുളക് ആണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മെയിനായിട്ട് ഇതിലിപ്പോൾ എരിവ് വരുന്നത് ഇതിന് തന്നെയാണല്ലോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ള് ചേർത്ത് കൊടുക്കണം, കറുത്ത എള്ള്. അപ്പോൾ എള്ളൊക്കെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകരുത്, പക്ഷേ ആവശ്യത്തിന് തന്നെ റോസ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിലൊക്കെ ഇത് തയ്യാറാക്കി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് തന്നെ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കുറച്ച് അളവല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, റോസ്റ്റിംഗ് ടൈമിനനുസരിച്ച് തന്നെ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മുളകൊക്കെ ശരിക്കും പറഞ്ഞാൽ വീർത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ. ഇത് മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കായത്തിൻ്റെ പൊടി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള കായ ഉണ്ടല്ലോ, അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതാണെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ പിന്നെ ഇതിൽ കൂടിയിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാണ്. അതിനുശേഷം നല്ലപോലെ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ പൊടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇത് കറക്റ്റായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത ഈ ഒരു പൗഡർ നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് സൂക്ഷിക്കാൻ പറ്റും. കുറേ നാൾ നമുക്കിത് കേടുകൂടാതെ ഇങ്ങനെ സൂക്ഷിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ചെയ്യാൻ പോണ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇനി പുളിയോഗ്ര തയ്യാറാക്കണ സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കും. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ വരണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്തെടുക്കണം. ഇനി ഞാൻ നേരത്തെ ഉപയോഗിച്ച സെയിം പാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണയാണ്, അതായത് സെസമി ഓയിൽ. 1/2 കപ്പ് അളവിലാണ് ഞാൻ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ എന്തിനാ ഇത്ര അധികം ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ഇത്രയ്ക്ക് അളവിൽ വേണ്ടി വരും. ഈ ഒരു മിക്സ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ റൈസ് ആണെന്നുണ്ടെങ്കിലും കേടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ എണ്ണ ഇത്രയ്ക്ക് ഒരു അളവിൽ തന്നെ വേണ്ടി വരും. പിന്നെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്താണ് നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ ഇതിന് കിട്ടുക. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ റോസ്റ്റ് ആയിട്ട് വരും കേട്ടോ.
പിന്നെ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉഴുന്നുപരിപ്പ് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പുളിയോഗ്രയുടെ ഒറിജിൻ പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കർണാടക തന്നെയാണ്. കർണാടകയിൽ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോണ സമയത്ത് പ്രസാദമൊക്കെ ആയിട്ട് ഈ ഒരു റൈസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും വളരെ പോപ്പുലർ തന്നെയാണ്. കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇത് പല സ്റ്റേറ്റ്സിലും കണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 5-6 വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും അതുപോലെ ആന്ധ്ര, തെലുങ്കാന, പിന്നെ എന്താ പറയുക കർണാടക ഒക്കെ വളരെ പോപ്പുലർ തന്നെയാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിൽ വരുമ്പോഴും ഇതിൻ്റെ പേരിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും ഞാൻ മുറിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളകും കുരുമുളകും തന്നെയാണ് ഇതിന് മെയിനായിട്ട് എരിവ് കൊടുക്കണ 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ച കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വറുത്ത കപ്പലണ്ടി ആണെങ്കിലും ചേർക്കാട്ടെ. ഞാനിപ്പോൾ പച്ച കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ച കപ്പലണ്ടി ആണെന്നുണ്ടെങ്കിലും എണ്ണയിലേക്ക് ചേർക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത് റോസ്റ്റായിട്ട് വന്നോളും. അപ്പോൾ 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് പച്ച കപ്പലണ്ടി അല്ലെങ്കിൽ വറുത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് കാഷ്നട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു സമയത്ത്, അതായത് ഈ കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം അതും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരുപാട് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ പിന്നെ ടേസ്റ്റ് അത്രയ്ക്ക് നന്നായിട്ട് വരില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് മുഴുവനായിട്ട് ഇതിലേക്ക്, ഈ ഒരു എണ്ണയിലേക്ക് നമുക്ക് ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഓൾറെഡി നമ്മൾ വറുത്തതിന് ശേഷം തന്നെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. എന്നാലും എണ്ണയിലിട്ട് നമ്മളിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ഈ ഒരു രീതിയിൽ. പക്ഷെ ഒരുപാട് സമയമൊന്നും വേണ്ട. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്ത് കളറൊന്നും ചേഞ്ചായി ടേസ്റ്റൊന്നും വ്യത്യാസം വരാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കപ്പോളം വെള്ളത്തിലാണ് ഞാനത് സോക്ക് ചെയ്തെടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പൾപ്പുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. പക്ഷേ പെട്ടെന്ന് നമ്മളിത് തിക്കാക്കി എടുക്കരുത്. അപ്പോൾ ഇതുപോലെ തിക്കായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പോളം അളവിൽ ചൂടുവെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ തിളച്ച് കുറുകി വരണം. അപ്പോൾ തന്നെയായിരിക്കും ഇത് കേടുകൂടാതെ ഇരിക്കുക. അതുപോലെ ടേസ്റ്റ് നന്നായിട്ട് അപ്പോൾ തന്നെയായിരിക്കും വരിക. ഈ പുളിയുടെ പച്ചമണമൊക്കെ മാറി വരണം. ഇതൊന്ന് കുക്കായിട്ട് തന്നെ നന്നായിട്ട് തന്നെ വരണണ്ട. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തൊന്നും കൊടുത്തിട്ടില്ല. അതിനുശേഷം നല്ലപോലെ വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒരു നിർബന്ധവും ഇല്ല. ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ഇതുപോലെ ഒന്ന് ചീകിയെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയിട്ട് വരും. അതുപോലെ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പുളി കൂടിപ്പോയാലും ശർക്കര നിങ്ങൾക്ക് ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് പേഴ്സണലി ഇഷ്ടമാണ്. അത് കാരണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ശർക്കര ചേർത്ത് കൊടുത്തു എന്ന് വെച്ചിട്ട് ഇതിൽ മധുരമൊന്നും വരാൻ പോകില്ലേ. വളരെ ചെറിയൊരു കഷ്ണം തന്നെയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു രീതിയിൽ എണ്ണ തെളിഞ്ഞ് വരണ വരെ തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ടാവും ഈ ഒരു സമയം ആവുമ്പോഴേക്കും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ വരണം. അപ്പോൾ തന്നെ ആയിരിക്കും ഇത് കേടുകൂടാതെ ഇരിക്കുക. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും അപ്പോൾ തന്നെയായിട്ടും മാറുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചെടുത്ത ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 2 മിനിറ്റോളം സമയം കൂടിയും ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ആയി വന്നോട്ടെ.
ഇപ്പൊ ഇതിന്റെ കളറും കണ്ടില്ലേ, നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയോഗ്രയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ ഈ ഒരു മിക്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ റൈസ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി, അതിൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അതുപോലെ വർക്കിംഗ് വുമൻസിനാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഈ ഒരു മിക്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാം, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട്, അതായത് ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഒരു 6-7 മാസമൊക്കെ വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ഇതുപോലെ. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് റൈസ് കുക്ക് ചെയ്തിട്ട് പിന്നെ റൈസായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിപ്പോൾ റൈസ് മിക്സ് ചെയ്യണത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സീരക സാമ്പാർ റൈസാണ്, അതായത് ജീര റൈസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാൻ 1 കപ്പ് സീരക സാമ്പാർ റൈസ് എടുത്തിട്ട് അരമണിക്കൂർ സമയം വെള്ളത്തിൽ കുതിർത്തിയെടുത്തു, കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ. എന്നിട്ട് കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. പക്ഷെ കുഴഞ്ഞു പോരുത്, ഇതുപോലെ ഓരോ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. പുളിയോഗ്ര തയ്യാറാക്കുന്ന സമയത്ത് റൈസ് കുഴഞ്ഞിട്ടല്ല ഇരിക്കുക, ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ. ഇനി ഈ ഒരു റൈസിലേക്ക്, ഇതിപ്പോൾ തണുത്ത റൈസാണ്, ചൂടുള്ള റൈസല്ല, തണുത്ത റൈസിലേക്കാണ് നമ്മൾ ഈ പുളിയോഗ്രയുടെ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ഈ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ പിന്നെ പുളിയൊക്കെ കൂടിപ്പോയാലും അത്രയ്ക്ക് നന്നായിട്ട് വരില്ല കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വരണ ഒരു രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനിപ്പോൾ കറക്റ്റ് അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ. ഒരു 2 ടേബിൾ സ്പൂണും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമുക്കൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള പുളിയും എരിവും എല്ലാം ഇതിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ഞാൻ, നമുക്ക് നോക്കാം മതിയാവുമെന്ന്. ഇത് വീണ്ടും ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ. ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൊത്തത്തിൽ ഞാനൊരു 6 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരില്ല, നമ്മൾ ഓൾറെഡി ആ ഒരു മിക്സിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. പോരാന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, റൈസ് നല്ല കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കുഴഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയോഗ്ര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പുളിയോഗ്ര തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു റൈസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, സീരക സാമ്പാർ റൈസ്. അപ്പോൾ വേറെ പച്ചരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇപ്പോൾ സോനാ മസൂരി അങ്ങനത്തെ റൈസൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. സീരക സാമ്പാർ റൈസ് ആകുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഇതിന്. പിന്നെ ഹെൽത്ത് വൈസും നല്ലത് തന്നെയാണ് സീരക സാമ്പാർ റൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ പച്ചരിയൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബസ്മതി റൈസ് ഉപയോഗിക്കാം, പക്ഷെ വേറെ ഒന്നും ഇല്ലെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയോഗ്ര റെഡി ആയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള പുളിയോഗ്രയുടെ ആ ഒരു മിക്സും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.